ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ജാതിക്കയുടെ അച്ചാറാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വെറും 3 ജാതിക്ക മാത്രം വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു അച്ചാറാണിത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ജാതിക്ക എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാനിവിടെ അരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അച്ചാർ പൗഡറാണ്. അപ്പോൾ പിന്നെ കുറച്ച് കളർ കിട്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് അത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മുടെ അച്ചാറിന് സൺഫ്ലവറിൽ ഉപയോഗിച്ചിട്ട്. ഞാൻ ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. നമുക്ക് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കറിവേപ്പില 2 തണ്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഈ 2 ഇൻഗ്രീഡിയൻസും ഇതിലോട്ട് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ജാതിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ജാതിക്ക ഇവിടെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അച്ചാറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും കൂടെ കാശ്മീരി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടി ഞാനിവിടെ ഒരു 2 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് വെക്കണം. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ നന്നായിട്ട്
റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജാതിക്കയുടെ കാലമൊക്കെ അല്ല, അപ്പോൾ നിങ്ങളെല്ലാവരും ജാതിക്ക കിട്ടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണിത്. കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നിങ്ങൾക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ മുന്നിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അച്ചാർ തന്നെയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.